നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് വാട്സപ്പിലൂടെയാണ് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നത്. ചില ആളുകളുടെ വാട്സാപ്പ് തന്നെ നഷ്ടപ്പെടാൻ അത് കാരണമാകുന്നുണ്ട്. മറ്റ് ചില ആളുകൾക്ക് വാട്സാപ്പിലൂടെ തന്നെ അവരുടെ മൊബൈൽ മൊത്തം പ്രശ്നമാകാൻ ഇത് കാരണമാകുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ അതിൻ്റേതായ സെറ്റിങ്സുകൾ നമ്മൾ മാറ്റങ്ങൾ വരുത്താതെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള ഒരുപാട് സെറ്റിങ്സുകൾ അതിൻ്റെ അകത്തുണ്ട്. എന്നാലും ഞാൻ ഈ കാണിക്കുന്ന 2 സെറ്റിങ്സുകൾ, ഇത് ഒന്ന് എനബിൾ ചെയ്യാനുള്ളതാണ്, ഒന്ന് ഡിസബിൾ ചെയ്യാനുള്ളതാണ്. ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് വാട്സാപ്പിനും മൊബൈലിലും മൊത്തത്തിലും നമുക്ക് ലഭിക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ ഈ 2 മാറ്റങ്ങൾ എന്തായാലും വരുത്തുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ആ സെറ്റിങ്സുകൾ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വിശദമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെ ഒരു ഫയലായിട്ട് നമുക്ക് ആരെങ്കിലും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ കണ്ടോ ഇത് ഇൻസ്റ്റാളിലേക്കാണ് പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ ഒരു സെറ്റിങ്സ് എനബിൾ ചെയ്തത് കൊണ്ടാണ്. അതൊരിക്കലും എനബിൾ ചെയ്യരുത്. അതെവിടെയാണ് ആ സെറ്റിങ്സ് ഉള്ളത് എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഇൻസ്റ്റാൾ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് സെർച്ച് കൊടുക്കുമ്പോൾ ഇവിടെ ഇൻസ്റ്റാളേഷൻ സോഴ്സസ് എന്ന ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ വാട്സാപ്പ് കണ്ടോ ഇവിടെ ആ ഒരു ടോഗിൾ ഓണിലാണ് ഉള്ളത്. ആ ഒരു പെർമിഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമുക്ക് വന്ന ആ ഫയൽ ഒന്നുകൂടി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ ഒരു ഫയലാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ നേരെ സെറ്റിങ്സിലേക്കാണ് പോകുന്നത്. ഡയറക്റ്റ് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുന്നില്ല. ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുക. നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആകും. പക്ഷേ എവിടെ പോയി തപ്പിയാലും ആ ആപ്ലിക്കേഷൻ കാണാനേ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് വാട്സാപ്പിൽ ഈ ഒരു ഓപ്ഷൻ എനബിൾ ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു സെറ്റിങ്സ്, വാട്സപ്പ് തുറന്നിട്ട് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന അക്കൗണ്ട് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ടോഗിൾ അധിക മൊബൈലിലും ഓഫിലായിരിക്കും. അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്താലുള്ള ഗുണം ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റ് ആൻഡ് വോയിസ് മെസ്സേജസ്, ഓഡിയോ ആൻഡ് വീഡിയോ കോൾസ്, ഫോട്ടോ, വീഡിയോ ആൻഡ് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ലൊക്കേഷൻ ഷെയറിംഗ്, സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെ ആരെങ്കിലും കുഴപ്പത്തിൽ ചാടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അതിനാണ് ഇത് ഓൺ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുന്ന വാട്സപ്പുകളാണ് പല ആളുകളും പറയുന്നത് വാട്സപ്പ് നഷ്ടപ്പെട്ടു, വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ 2 സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 സെറ്റിങ്സും നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക. ഒന്ന് എനബിൾ ചെയ്യാനുള്ളതാണ്, ഒന്ന് ഡിസേബിൾ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ആ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് വാട്സപ്പിൽ ചെയ്തു വെക്കുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഫയലുകളോ ആരെങ്കിലും അയച്ചു തന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടേ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആരെങ്കിലും അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഇൻസ്റ്റാൾ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഇതുപോലെ ഫയലുകളോ ആപ്ലിക്കേഷനോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.